ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എന്താണെന്നല്ലേ ഞാനേ ഒരു നാരങ്ങ കറിയുടെ റെസിപ്പിയാണ്. അപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. 2 നാരങ്ങ എടുത്തിട്ടുള്ളൂ. 2 നാരങ്ങ, 2 സവാള, ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയാണ്. ഞാൻ ഇപ്പൊ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യട്ടെ. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കട്ട് ചെയ്താണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വെക്കുന്നത് സെപ്പറേറ്റ് അല്ല. ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, നാരങ്ങ എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ ചെയ്താണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വെളിച്ചെണ്ണ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശരി, ഓയിൽ ഒഴിച്ചു. 2 കിലോ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് കടുക്, പിന്നെ എണ്ണയെ കിടന്ന് ചെറുതായിട്ടൊന്ന് വാടണം. അപ്പൊ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങയ്ക്ക് മാങ്ങയ്ക്കും ഒക്കെ ഉപ്പ് മുന്തി നിൽക്കണം. ഉപ്പ് കൂടി നിന്നാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. അപ്പൊ ഞാൻ 1 സ്പൂൺ ഉപ്പിട്ടിട്ട് ഒരു 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ്, അതൊന്ന് അരിഞ്ഞ് ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റെങ്കിലും ഈ പിന്നെ നാരങ്ങ എണ്ണയെ കിടന്നൊന്ന് വാടണം. നന്നായിട്ട് വാടിയതിന് ശേഷം ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വാടണം. വാടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് പിന്നെ ചേർക്കാം. ഞാൻ 1.5 സ്പൂൺ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി, കാശ്മീരി അല്ല, എരിയുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3-4 വറ്റൽമുളക്. അത് ഞാൻ എണ്ണയിൽ ഇടാനുള്ളതായിരുന്നു. അത് ഞാൻ മറന്നുപോയായിരുന്നു. അപ്പൊ അതിനിപ്പോ എന്തായാലും ഒരു കുറച്ചധികം നേരം കിടക്കണം. അപ്പൊ അതിലോട്ട് അങ്ങ് ഇട്ടു. അപ്പൊ ഇതെല്ലാം കൂടെ ഇട്ടു കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കായപ്പൊടി. കായത്തിന്റെ മണം വേണം നാരങ്ങയ്ക്ക്. നല്ല മണം വരുന്നുണ്ട്. കായത്തിന്റെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ല പച്ചമണമൊക്കെ മാറി. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നാരങ്ങ വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെന്ത് നന്നായിട്ട് വറ്റിയായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേന് നാരങ്ങക്കറി റെഡിയായി. അപ്പൊ ഇത് കിടന്ന് വറ്റൽമുളക്, ഇത് എണ്ണയില് കടുവ് പൊട്ടിക്കുമ്പോ അതിന്റെ കൂടെ ഇടാനുള്ള വറ്റൽമുളകായിരുന്നു. ഞാനത് മറന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മറതി ഉണ്ടാ ഗേസ്? ആദ്യമായിട്ടാണ് ഇങ്ങനെ മറന്നുപോയത്. കുഴപ്പമില്ല, അത് അതിൽ കിടന്ന. അപ്പൊ ഗേസ് ഞാനിത് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരുവിധം കുറച്ചുകൂടെ ഒന്ന് വറ്റണം. അപ്പൊ ഉപ്പൊക്കെ നല്ല കറക്റ്റ് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പർ. വേറൊരു കറിയും വേണ്ട ചോറിന്. അപ്പോഴും ഞാനിത് ഒരു 1/2 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ്. ഇതിനകത്ത് അഴുക്കോ മറ്റോ ഒന്നുമില്ല. നല്ല ശർക്കര ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കിടന്നത് നല്ലോണം വറ്റി പുളുപ്പും ചെറിയൊരു മധുരവും ഉപ്പും കായത്തിന്റെ മണവും കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടെ നല്ല നമ്മളെ സദ്യക്കൊക്കെ, നമ്മളെ കല്യാണ സദ്യക്കും കാനൊക്കെ, എന്റെ വീട്ടിൽ വിഷുവിനും ഓണത്തിനും ഒക്കെ അമ്മ വെക്കുന്ന ഒരു നാരങ്ങ കറിയാണ്. നല്ലതാണ്. നല്ല ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പം എത്ര ഉപ്പുണ്ടെന്ന് നോക്കി ടേസ്റ്റ് നോക്കിയാലും കൊതി തീരാത്ത
ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, ടേസ്റ്റ് സൂപ്പർ. ഒരറ്റത്തോട്ട് വെച്ചാൽ അത് അവിടെ ഇരിക്കണം, അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അതുപോലെ നല്ല വറ്റി നല്ല അടിപൊളിയായിട്ട് വരണം. പിക്കിളാണ് പിക്കിളും അല്ല, എന്നാൽ കറിയാണ് കറിയും അല്ലാത്ത നല്ല കുഴമ്പ് രൂപത്തിലിരിക്കണം. ഇങ്ങനെ ഒരു വിരലുകൊണ്ട് തൊട്ട് മാറ്റി വെക്കണം. ഒക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറാണ്, നല്ല കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതിൻ്റെ അവസ്ഥ ഇതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറ് നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് നാക്കിലോട്ട് തയ്ക്കുക, കഞ്ഞി കോരി കുടിക്കുക. എന്താ ടേസ്റ്റാണെന്നറിയാമോ? സൂപ്പർ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.